സ്വരാജേ ഇങ്ങോട്ട് നോക്കണോ, 150 കോടി പിരിച്ചു എന്നല്ലേ പറയുന്നത് ആര്? കോൺഗ്രസ്സുകാര് അല്ലേ? വല്ല തെളിവുണ്ടോ കയ്യില്? വല്ല തെളിവുണ്ടോ? വെറുതെ ഇങ്ങനെ പറയണല്ലേ, വെറുതെ പറയണേ. യഥാർത്ഥത്തിൽ ശവന്തുക്കികൾ നീയും നിന്റെ പാർട്ടിയാണോ ശവന്തുക്കികൾ? വയനാട് പുനരധിവാസം പാർട്ടിക്ക് കിട്ടിയത് 5.38 കോടി എന്ന് KPCC പ്രസിഡന്റ് പറയും. ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് വയനാട് വയനാട് ശവന്തൂക്കികളാണ് അല്ലെ? സ്വരാജ് അങ്ങനെ പറയുന്നത് ശവന്തൂക്കികൾ, കോൺഗ്രസ്സുകാരും ശവന്തൂക്കികളാണ്. അവര് ശവന്തൂക്കിയിട്ട് അവര് എന്ത് ചെയ്തു? ഈ ഇതിലേക്ക് ഈ സംഭാവനകൾ സ്വീകരിച്ചു. ഇന്നലെ മെനയാമത്തെ ദേശാഭിമാനി പറഞ്ഞത് എത്ര? 150 കോടി അങ്ങനെ പറഞ്ഞത്. 150 കോടി ഒന്ന് നോക്കിയാട്ടെ. ദേശാഭിമാനിയില് 2-ാം തീയതിയിലെ ദേശാഭിമാനിയുടെ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ മുണ്ടക്കൈ ഫണ്ട് മുക്കിയത് 150 കോടി. അതായത് കോൺഗ്രസ് 150 കോടി മുക്കിയെന്നാണ്. ദേശാഭിമാനിക്ക് തെളിവൊന്നും വേണ്ടല്ലോ. ആന്തൂരിലെ സാജന്റെ ഭാര്യയ്ക്ക് അവിഹിതമുണ്ട് എന്ന് 1-ാം പേജിൽ 8 കോളത്തിൽ വാർത്ത നൽകിയ ദേശാഭിമാനിക്ക് ഇത് 150 അല്ല 1500 കോടി എന്ന് വേണം പറയാം. ഒരു പ്രശ്നമില്ല. 1500 കോടി മുക്കി എന്ന് പറയാം. അത് ചിലപ്പോൾ ഒരു പൂജം കുറഞ്ഞു പോയിരിക്കും. ഇമാതിരി പത്രം. അവസാനം ഇതാ സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം പറഞ്ഞു പാർട്ടിക്ക് കിട്ടിയത് എത്രയാണ്? 5.38 കോടി. KPCC പ്രസിഡന്റ് വയനാട് ദുരിതബാധിതർക്ക് വീട് നിർമ്മിക്കാൻ ലഭിച്ച ഫണ്ടിന്റെ കണക്കുമായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. KPCC പിരിച്ച ഫണ്ടിന്റെ കണക്ക് എവിടെയെന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള LDF നേതാക്കന്മാരുടെ ചോദ്യങ്ങൾക്കാണ് മറുപടി. 5,28,21,632 രൂപയാണ് ലഭിച്ചതെന്ന് സണ്ണി ജോസഫ് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. തോട്ടം ഭൂമി സർക്കാർ ഏറ്റെടുത്ത് നൽകേണ്ടതായിരുന്നു. യഥാർത്ഥത്തിൽ ഭൂമി ഏറ്റെടുത്ത് തരാൻ വേണ്ടിയിട്ട് ഈ കോൺഗ്രസ്സുകാർ പറഞ്ഞിരുന്നു. പക്ഷേ ഇവര് നൽകിയില്ല. കാരണം CPM നൽകിയില്ല. കാരണം കോൺഗ്രസ്സുകാർ അങ്ങനെ വീടുണ്ടാക്കണ്ട. ആ ലീഗുകാര് അവസാന ലീഗുകാർ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് സ്ഥലം വാങ്ങിയിട്ട് പോലും ആ സ്ഥലം വീടുണ്ടാക്കാൻ പറ്റിയ സ്ഥലമല്ല, അത് കൃഷിഭൂമിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര മാസങ്ങളാണെന്നറിയോ ലീഗുകാരെ തടസ്സപ്പെടുത്തി. അവസാനം ലീഗുകാർ 50 വീട് പൂർത്തിയാക്കി. ഇനി 50 വീട് പൂർത്തിയാക്കാൻ വേണ്ടി പോകുന്നു. പക്ഷേ സർക്കാർ ഇവിടുത്തെ ജനങ്ങൾ പിരിപ്പിച്ചു കൊടുത്ത 775 കോടി 775 കോടി കയ്യിൽ വെച്ചിട്ട് കേന്ദ്രം കൊടുത്ത വേറെ 1400 കോടി, ഒരു 536 കോടി 50 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചടക്കേണ്ട ഒരു സാധനമുണ്ട്. 536 കോടി. അത് കഴിഞ്ഞിട്ട് 340 കോടി 150 കോടി എന്നൊക്കെ പറഞ്ഞിട്ട് 3 പ്രാവശ്യമായിട്ട് CMDRFിലേക്ക് ഈ ഫണ്ട് കേന്ദ്രം കൊടുത്തിട്ടുണ്ട്. ഏറ്റവും അവസാനം നിർമ്മലാ സീതാരാമൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു വേറൊരു 311 കോടി കേരളത്തിന് അലോട്ട് ചെയ്തത് കേരളം വാങ്ങിയിട്ടില്ല. അതിലൊരു 27 കോടി വയനാടിന് വേണ്ടി അനുവദിച്ചതുണ്ട്. അങ്ങനെ ഏതാണ്ട് 2000 കോടി രൂപയോളം കയ്യിൽ വെച്ചിട്ട് 2 കൊല്ലം അല്ലേ? 2 കൊല്ലം കഴിഞ്ഞിട്ടും അവിടെ ഒരൊറ്റ ആൾക്ക് പോലും കയറി താമസിക്കാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് 178 വീടുകൾ പൂർത്തിയാക്കി എന്ന് പറഞ്ഞാണ്ട് ഒരു താക്കോൽ ദാന ഉദ്ഘാടന മഹാമഹം നടത്തിയത്. അതിനു വേണ്ടിയിട്ട് 18 കോടി ചെലവാക്കി. ഞങ്ങളിതാ എന്താ പറയുക, ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ വിചാരം CPM ആണെന്ന്. CPM അല്ലാന്നേ. ഇവിടുത്തെ ജനങ്ങൾ കൊടുത്ത പൈസ ആ പൈസ എടുത്തിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ട് ഇവർക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്രേ 178 വീടിന്റെ താക്കോൽ കൊടുത്തിട്ടും ആർക്കും കയറി താമസിക്കാൻ പറ്റിയിട്ടില്ല. കാരണം അവിടെ ശുചിമുറി തയ്യാറാക്കിയിട്ടില്ല, സെപ്റ്റിക് ടാങ്ക് തയ്യാറാക്കിയിട്ടില്ല, കുടിവെള്ളമില്ല, യാത്രാ സൗകര്യമില്ല, ഒന്നുമില്ല. അത്തരത്തിൽപ്പെട്ട വീട്ടിൽ എങ്ങനെ താമസിക്കുക? ലീഗുകാരുണ്ടാക്കി കൊടുത്ത 50 വീടുകളിൽ ആൾക്കാർ താമസിക്കുന്നു എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ ഒരു എന്താ പറയുക, അവരുടെ ഒരു സംഘടനാ ശേഷി പോലും ഈ പറയുന്ന സർക്കാരിനില്ലേ. സർക്കാർ ഖജനാവ് നിർത്തിട്ടല്ല ഇത് ചെയ്യുന്നത്. അതുകൂടി ഓർക്കണം നിങ്ങൾ. CPM-മാരുടെ പൈസയുമല്ല. ഇവിടെ ഏറ്റവും വലിയ രസം CPM-മാർ എത്ര പിരിപ്പിച്ചു, അതിനെ ഞാൻ വേറെ വീഡിയോ ചെയ്യാം. ആകെ ഫുൾ കോമഡിയാണ്. അതായത് കോൺഗ്രസ് എത്ര പിരിച്ചു എന്ന് ചോദിക്കുമ്പോൾ CPM എത്ര പിരിച്ചു എന്ന് ഇവർ പറയണ്ടേ. അവസാനമാണ് കഴിഞ്ഞ ഈ റിപ്പോർട്ടർ TVയിലെ ഒരു ചാനൽ ചർച്ചയ്ക്കിടെയാണ് മറ്റേ ജിൻഡോ ജോൺ അങ്ങനെ ഒരു മറ്റേ രാജു പി നായർ ഇങ്ങനെ ഒരു എന്താ പറയുക വെളിപ്പെടുത്തൽ നടത്തിയത്. അതായത് CPM-ന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ, അതായത് 2024 ജൂലൈയിലായിരുന്നല്ലോ, 2024 ജൂലൈയിലാണ് ഈ ദുരന്തം നടന്നത്. അത് കഴിഞ്ഞിട്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അവരുടെ വെബ്സൈറ്റിൽ ഉദാരമായി സംഭാവന ചെയ്യുക ഈ ദുരന്ത ബാധിതർക്ക് എന്നുള്ള രീതിയിൽ അവർ പഞ്ചാബ് സിന്ധ് ബാങ്കിന്റെ എന്താ പറയുക അക്കൗണ്ട് നമ്പറൊക്കെ കൊടുത്തിട്ട് അവരൊരു കളക്ഷൻ അവരാരംഭിച്ചിരുന്നു എന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ ഇങ്ങേ ഭാഗത്തുള്ള എന്താ പറയുക ന്യായീകരണ തൊഴിലാളിയായ ആരാണ് അരുൺകുമാർ പറയേ അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ പിരിപ്പിച്ചിട്ടില്ല, ഞങ്ങൾ നേരിട്ട് മുഖ്യമന്ത്രിയുടെ CMDRFിലേക്ക് കൊടുത്തതാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തത്. മാധു ആയിരുന്നു ചർച്ച നടത്തിയത്. മാധു തന്നെ അന്തം വിട്ടുപോയി. കാരണം ഇതാരും അറിയില്ലായിരുന്നു. കാരണം ഈ കള്ളന്മാർ അതിൻ്റെ ഇടക്ക് CPM-മാർ പിരിപ്പിച്ചു, അതാരും അറിഞ്ഞില്ല. അവസാനം അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ സ്ക്രീൻഷോട്ട്. അതായത് ഇവർ 90 ലക്ഷവും പിന്നെ ഒരു 90,000
അല്ല 92 ലക്ഷം ആദ്യം തന്നെ CMDRFിലേക്ക് ഈ അക്കൗണ്ടിൽ കൊടുത്തു. പിന്നെ ഒരു 90,000 എന്ന് പറഞ്ഞാൽ 92,90,000 രൂപയാണത്രേ CPM-കാര് എന്ത് ചെയ്തത്, ഈ ഫണ്ടിലേക്ക് കൊടുത്തത്, CMDRFിലേക്ക് കൊടുത്തത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് കേരളം കഴിഞ്ഞ 10 വർഷമായി ഭരിക്കുന്ന CPM എന്ന് പറയുന്ന പാർട്ടി ഈ വയനാട് ദുരന്തബാധിതർക്ക് വേണ്ടിയുള്ള ഈ സംഭാവന പിരിക്കൽ എത്രയെ പിരിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നത്, എത്ര പിരിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നില്ല. അതാണ് ഏറ്റവും വലിയ രസം. ഞങ്ങൾ എത്ര പിരിച്ചു എന്ന് പറയുന്നില്ല, എത്ര പിരിച്ചു എന്ന് പറയുന്നില്ല, പറയില്ല. കാരണം കോടികൾ പിരിച്ചിട്ടുണ്ടാവും. CPM ഈ ഡിവൈഎഫ്ഐക്കാർ ആക്രി കച്ചവടം നടത്തിയിട്ട് 20 കോടി ഇതിലേക്ക് നൽകി. അത് നൽകിയതിന്റെ ഒരു കഥ വേറെ ഉണ്ട്. 20 കോടി നൽകി എന്നൊക്കെയാണ് പറയുന്നത്. അത് ചെക്കൊക്കെ കൈമാറിയതിന്റെ അത് കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ടും ആ പൈസ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഒരു 5 ലക്ഷം വേറെ ഏതൊരു അക്കൗണ്ടിലേക്കാണ് കൊടുത്തത്. അത് ആകെ അത്ഭുതമായി കിടക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞോട്ട് വരുന്നത്, ഡിവൈഎഫ്ഐക്കാർ 20 കോടി പിരിച്ചു എന്ന് പറയുന്നു. CPM ഇന്ത്യയിലാകെ സംഭാവന ഇവര് ആകെ പിരിച്ചു എന്ന് പറഞ്ഞിട്ട് കൊടുത്തത് എത്രയും 1 കോടി പോലും ഇല്ലാന്നേ. 92,90,000 രൂപയാണ് 2 ചെക്കുകളായിട്ട് CMDRFിലേക്ക് കൊടുത്തതെന്ന് MA ബേബി തന്നെ പുറത്തു വിട്ടു. അപ്പോൾ ഇത് പുറത്തായതിനു ശേഷം എന്ന് പറഞ്ഞാൽ കള്ളന്മാര് എത്ര പൈസ പിരിച്ചു എന്ന് പറയുന്നില്ല. അപ്പോഴാണ് കോൺഗ്രസ് അവസാനം എന്താ സണ്ണി ജോസഫ് പറയുന്നു, ഞങ്ങൾ പിരിച്ചത് ഇതാ എത്രയാണ്, പാർട്ടിക്ക് കിട്ടിയത് 5.38 കോടി KPCC പ്രസിഡന്റ് പറയുന്നു. അപ്പോഴാണ് എല്ലാം ചോദിക്കുന്നത്, കോൺഗ്രസിന് 5.38 കോടിയെ കിട്ടിയിട്ടുള്ളൂ എന്ന് ചോദിക്കുന്നവരുടെ തൊള്ളയിലേക്ക് പുട്ടിട്ട് കൊടുക്കുകയാണ് എന്ന് പറയാം. നിങ്ങൾ CPM-മാര് അവരുടെ കേന്ദ്ര കമ്മിറ്റി തന്നെ ഇടപെട്ടിട്ട് നിങ്ങൾ 1 കോടി പോലും നിങ്ങൾ പിരിച്ചില്ലടോ. CPM-മാർക്ക് 1 കോടി പോലും പിരിക്കാൻ പറ്റിയില്ല. 1 കോടി പോലും പിരിക്കാൻ പറ്റില്ലാതെ. എന്നിട്ട് കോൺഗ്രസ്സുകാർ 5.38 കോടി പിരിച്ചപ്പോ ഇത്രയേ പിരിച്ചിട്ടുള്ളൂ. അപ്പോഴാണ് ദേശായി മാനിക്കാര് കഴിഞ്ഞ ദിവസത്തെ ദേശായി മാനി ഞാൻ കാണിച്ചല്ലോ. ദേശായി മാനി എന്താ പറയുന്നത്, 150 കോടി പിരിച്ചു. ചേട്ടോ കള്ളക്കണക്ക് നിർത്തിക്കൊള്ളൂ. സത്യം പറ, നിങ്ങൾ സത്യം പറഞ്ഞ് രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് പിടിക്കുക. കള്ളം. ഒരു ഭാഗത്ത് കള്ളത്തരം, വേറൊരു ഭാഗത്ത് വർഗീയ വിഷം ചീറ്റൽ. ഇതൊക്കെ ജനങ്ങൾക്കറിയാം. അവരിപ്പോ എല്ലാവരും ചോദിക്കുകയാണ്, CPM എത്ര പിരിച്ചു? എടോ സ്വരാജേ, ഇങ്ങോട്ട് നോക്കണോ, 150 കോടി പിരിച്ചു എന്നല്ലേ പറയുന്നത് കോൺഗ്രസ്സുകാര് അല്ലേ? വല്ല തെളിവുണ്ടോ കയ്യില്? വെറുതെ പറയന്നെ. യഥാർത്ഥത്തിൽ ശവന്തുക്കികൾ നീയും നിന്റെ പാർട്ടിയാണോ ശവന്തുക്കികൾ? ശവന്തുക്കി അത്രേ.